ഹേ ഫ്രണ്ട്സ്, സോ നമ്മൾ ഇന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയിലെ എല്ലാ ലഗേജുകളും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രിത്തെ ട്രെയിനിനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അമ്മ എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടാണുള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടുത്തിലെ ഒരു സിറ്റിയിലേക്ക് റിക്ഷ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ KSRTC ബസ് ക്യാച്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് 7:10-നാണ് ട്രെയിൻ ഷെഡ്യൂൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 7:10-നാണ് മലബാറിനാണ് നമ്മൾ പോകുന്നത്. അപ്പം വെയിറ്റിംഗ് ഫോർ ട്രെയിൻ. പീസ് ഔട്ട്. സോ സമയം ഏകദേശം 3:45 നമ്മൾ ഏകദേശം എറണാകുളം എത്താറായി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങേണ്ട നമ്മൾ ഇവിടെ പിറവം റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ് കയറിയിട്ട് നമ്മൾ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്ത് പോകണം. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, സോ നമ്മളിപ്പോൾ ഷാലിമാർ റെസിഡൻസിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അറിയില്ല ഇവിടെ സ്റ്റേ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന്. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളെ ഫാമിലിയിലെ ഒരു ഭാഗം ടീം ഇനിയും എത്തിയിട്ടില്ല. നമ്മൾ ആദ്യം ഊബർ ഓട്ടോ വിളിച്ച് ഇവിടെ ആദ്യം എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് നമ്മളെ എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു 30 rupees അത്ര ദൂരമേ ഉള്ളൂ. ഈ ഒരു ഷാലിമാർ റെസിഡൻസിയിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ നമുക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്താം. അപ്പോൾ നമ്മളെ അമ്മൂമ്മ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവരെപ്പോൾ ഈ റൂം ഒരു ചെക്കിനാക്കലെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പം നോക്കാം, നമുക്ക് ഈ ഇവിടെ ചെക്കിന് ഞാൻ ഈ റെസിഡൻസിയിലെ റൂമും സൗകര്യമെല്ലാം എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വെൽക്കം ബാക്ക്. സോ നമ്മളിപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഫ്രഷപ്പായി ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ അപ്പം കൊച്ചിയിൽ അപ്പം ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അങ്ങനെ വെയിറ്റർ വീണ്ടും വന്നു പറഞ്ഞ് അപ്പം ഇല്ല കേട്ടോ, ഇടിയപ്പം ഉണ്ട്. എന്നാൽ പിന്നെ അതെങ്കിലും ആയിക്കോട്ടെ, ഇടിയപ്പം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മളതിലില്ല അടുത്തത് എവിടെ പോകണമെന്നുള്ളത്. നമ്മളൊരു മെട്രോൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും സന്ധിക്ക് വരയ്ക്കും വണക്കം. രാവിലെ വളരെ വലിയൊരു വിശപ്പാണ് എല്ലാവരും നേരിട്ടത്. അപ്പോൾ നമ്മൾ ഇടിയപ്പം, ചിക്കൻ ചില്ലി, ബീഫ് ഡ്രൈ ഫ്രൈ, പൊറോട്ട ആൻഡ് മുട്ടക്കറി. അപ്പോൾ തുടങ്ങല്ലേ? തുടങ്ങുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ബാബ വല്ലാത്ത കരച്ചിലാണ്. നമുക്ക് കൊച്ചി പിടിച്ചിട്ടാണ് തോന്നുന്നത്. സാരമില്ല, പക്ഷേ ഇപ്പം നമ്മൾ ആക്ച്വലി ബോട്ട് ജെട്ടിയിൽ നിന്ന് ഒരു ബോട്ട് പിടിച്ചിട്ട് ഗവൺമെൻറ് ബോട്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു 10 rupees അണ്ടർലേ ഉണ്ടാവും ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ അതെടുത്ത് നമ്മൾ കൊച്ചിൻ്റെ സെൻറ്റർ പോയിന്റിൽ പോകും.
അവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു യാത്ര കാണാം. ഹേയ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ബോട്ട് വഴി എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ വലിയ ഒരു ആകാംക്ഷയോടെ നടത്തിയ ഒരു ബോട്ട് യാത്രയായിരുന്നു. ആക്ച്വലി ബോട്ട് നിർത്തുന്ന സമയത്താണ് കൂടുതൽ അതിശയകരമായി തോന്നിയത്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന പോലെ ബോട്ട് പെട്ടെന്ന് നിർത്താനോ പാർക്ക് ചെയ്യാനോ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ഡ്രൈവിംഗ് ആയിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരാണ് നമ്മളെ ഗവൺമെൻറ് ബോട്ട് സർവീസ് കൊച്ചിയിലുള്ളത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് കൊച്ചി ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി. സോ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം.
അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ പ്രകാശത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റായ പ്രേമം എന്ന മൂവിയിൽ അവസാന ഘട്ടത്തിൽ നിവിൻ പോളി തുടങ്ങിവെച്ച ഒരു കഫേയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തില്ല പ്രേമ മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും ആ ഒരു സീൻ എന്തായാലും ഓർമ്മ വന്നിട്ടുണ്ടാവും. നിവിൻ പോളി അകത്തിരിക്കുന്നതും നിവിൻ പോളി മാനസാന്തരപ്പെട്ടു. അബിയോട് ചോദിച്ചു നോക്ക്. Cumike. Ice cream. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. കൊറോണ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കുറഞ്ഞ ഒരു ജനസംഖ്യയാണ് നമുക്ക് ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ അങ്ങന്ന് അങ്ങോളം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കിളിബോയി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഫോർട്ട് കൊച്ചിയിലെ മച്ചാൻ്റെ പേരെന്നാ? അഷറഫിക്ക ഇതാ നമ്മൾക്ക് കിളി പോയ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ പൊരിയുന്ന വെയിലിൽ ഈ കിളി പോയി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നമുക്കൊന്ന് ആശ്വാസം ഏൽക്കുമെന്ന് നമുക്ക് നോക്കാം. അഷറഫിക്ക ഓരോരു സാധനം ഇടുന്നുണ്ട്, അതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പൊളിക്കും, ഇതെന്തായാലും പൊളിക്കും സാധനം അല്ലേ? അതെ 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 അതെ. എനിക്ക് ഇത് കിളി പോകുന്നു അതാ. അതിനെത്ര? 30? ഫൈനലി നമ്മൾ ബൂമർ മേടിച്ചു. ഇത്രയും വർഷമായിട്ട് 5 പൈസ കൂടാത്ത ഒരേ ഒരു മിഠായി ബൂമറും പോപ്പിൻസും. മറൈൻ ഡ്രൈവിലെ അതിമനോഹരമായിട്ടുള്ള രാത്രി കാഴ്ചകളാണ്.